അതിന്റെ ഒരു ചെറിയ ഭാഗമല്ല ഞാൻ ഇവിടെ പ്രയോഗിച്ചുള്ളൂ. അപ്പോഴേക്കും തകർന്നു പോയാൽ എങ്ങനെ? എഴുന്നേറ്റ് പിടിച്ച് നിൽക്കാൻ ശ്രമിക്കണ്ടേ? പറ്റുന്നില്ലെങ്കിൽ പതുക്കെ കള ഒഴിയാൻ ശ്രമിക്കണം. അതാണ് ബുദ്ധി. എടാ പ്രവീൺ മാധവേ, എന്റെ മരുമോളിപ്പ് നിന്റെ കസ്റ്റഡിയിലാണല്ലേ? എന്തു പറഞ്ഞാ നീ അവളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്? എനിക്കറിയാം ഒരു കാരണവുമില്ലാതെ മേഘന ഇങ്ങനെ ചെയ്യില്ലെന്ന്. എന്താണ് നീ അവളോട് ചെയ്തത്? നിങ്ങൾ നിങ്ങളുടെ ഈ മരുമോൾ പുരാണൊന്ന് നിർത്തുന്നുണ്ടോ? അവളുടെ തനി സ്വരൂപം നമ്മളുടെ മുമ്പിൽ തെളിയിച്ചു തന്നു കഴിഞ്ഞില്ലേ? ഇപ്പോഴേത് വകുപ്പിലാ നിങ്ങൾ അവളെ സപ്പോർട്ട് ചെയ്യാൻ നോക്കുന്നത്? അവള് നിങ്ങളുടെ സ്വന്തം മോളൊന്നുമല്ലല്ലോ. നിങ്ങളെ കാണുമ്പോ സഹതാപം തോന്നുന്നുണ്ട് അരുണിമേ. കണ്ണ് കാണുന്നില്ലേ നിങ്ങൾക്ക്? സ്വർണവും മുക്കുവണ്ടവും തമ്മിലുള്ള വ്യത്യാസം കാണാൻ കഴിയുന്നില്ലേ നിങ്ങൾക്ക്? ഭാര്യയ്ക്കൊന്ന് പറഞ്ഞു കൊടുക്ക് ജയദേവൻ സാറേ. പെൺബുദ്ധി പിൻബുദ്ധിയാണെന്ന് കേട്ടിട്ടില്ലേ? ബിസിനസ് മാഗ്നറ്റ് അരുണിമയുടെ ഒരു ഗതികേട്. നീ എന്താ ഉദ്ദേശിച്ചെന്ന് മനസ്സിലായില്ല. നിൽക്ക്, ഞാൻ പറയാം. ഞാനത്ര നല്ലവനൊന്നുമല്ല. അവസരത്തിനൊത്ത് ഞാൻ കാലുവാരും. ഇതൊക്കെ നിങ്ങൾ പറയാതെ തന്നെ എനിക്കറിയാവുന്ന കാര്യങ്ങളാ. ഐ ആക്സെപ്റ്റ് ഇറ്റ്. പക്ഷേ മിസ്സിസ് അരുണിമേ, നല്ലവരെ തിരിച്ചറിയാനുള്ള കഴിവ് നിങ്ങൾക്കില്ലാതെ പോയി. അവസരങ്ങൾക്കൊത്തുള്ള നിങ്ങളുടെ ഈ നിറമാറ്റത്തിന്റെ പേരില്ല നിങ്ങൾ ഇത്രയേറെ അനുഭവിക്കേണ്ടി വന്നു. പറയാനുള്ളത് നേരിട്ട് പറയണം പ്രവീൺ. അരുണിമ മാലിനി മേഡം, നിങ്ങൾ ജീവിതകാലം മുഴുവൻ മേഘനയുടെ കാല് കഴുകി കുടിച്ചാലും തീരാത്തത്ര വലിയ ത്യാഗം അവൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്തത്. പാവ പെങ്കൊച്ചിന് ഇങ്ങനെ വായ തോന്നിയതൊക്കെ വിളിച്ചു പറയുന്നത് എന്ത് പന്ന സ്വഭാവ. കുടുംബം തകർക്കാൻ ഒരുമ്പിട്ടിറങ്ങിയ പൂതന അവരല്ല കേട്ടോ. ചിലപ്പോ അത് നിങ്ങൾ തന്നെ ആയിരിക്കുമെന്ന എന്റെ സംശയം. താൻ എന്തീ പറയുന്നത്? ഉള്ളതൊക്കെ നിന്റെ കൈ കൊണ്ടു തന്നവൾ എങ്ങനെയാ ത്യാഗം ചെയ്യുന്നത്? അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. നിങ്ങളെ രക്ഷിച്ചത് മേഘനയാ. അവൾ എന്നെ രക്ഷിക്കേണ്ട കാര്യം തിരിക്കുന്നു. മിഥുനിൽ നിന്നും എന്നേക്കുമായി അകന്നു പോകണമെന്നും ഇനി ഒരിക്കലും ആ ജീവിതത്തിലേക്ക് തിരിച്ചു വരരുതെന്നും മഞ്ചേരി മേഘനയെ താക്കീത് ചെയ്തിരിക്കുക. നീ എന്നേക്കുമായി മിഥുനെ ഉപേക്ഷിച്ച് എങ്ങോട്ടെങ്കിലും പോണം. നന്ദൻ കുടുംബത്തിലുള്ളവർക്ക് ഇനി മഷിയിട്ട് നോക്കിയാൽ പോലും നിന്നെക്കുറിച്ചുള്ള വിവരം കിട്ടരുത്. മേഘന അതിന് വഴങ്ങി കൊടുത്തില്ലെങ്കിൽ മഞ്ചേരിയുടെ അമ്മയെ കൊന്നതിന്റെ പേരിൽ നിങ്ങളെ ജയിലഴി എണ്ണിക്കുമെന്ന് പറഞ്ഞ് മഞ്ചേരി അവളെ ഭീഷണിപ്പെടുത്തി. നന്ദൻ കുടുംബത്തിന്റെ തായ്വേരായ നിങ്ങളെ രക്ഷപ്പെടുത്താനും നിങ്ങൾ ജയിലിൽ പോകാതിരിക്കാനും വേണ്ടി മാത്ര മഞ്ചേരിയുടെ വാക്കുകൾ അനുസരിച്ചുകൊണ്ട് മേഘന എന്നേക്കുമായി ഇവിടുന്ന് ഇറങ്ങിപ്പോയത്. അവള് ജീവന് തുല്യം സ്നേഹിക്കുന്ന മിഥുനെ പോലും വേണ്ടെന്ന് വെക്കാൻ തയ്യാറായത്. ഓഫ് കോഴ്സ്, ഞാൻ ഈ കഥയിലെ വില്ലൻ തന്നെ. അപ്പൊ ഞാൻ കിട്ടുന്ന ഓരോ തുറുപ്പുചീട്ടും ഉപയോഗപ്പെടുത്തണ്ടേ? അങ്ങനെയാണ് ഈ ത്യാഗവും എനിക്ക് അനുകൂലമായി ഞാൻ മാറ്റിയെടുത്തത്. അപ്പൊ എനിക്ക് ഷെയറുകൾ മേഘന എഴുതി തന്നില്ലെങ്കിൽ നിങ്ങളുണ്ടാക്കിയ ആ ആക്സിഡന്റിന്റെ വീഡിയോ പോലീസിൽ ഏൽപ്പിച്ച് നിങ്ങളെ അറസ്റ്റ് ചെയ്യിപ്പിക്കുന്നു പറഞ്ഞ് ഞാനും അവളെങ്ങ് ഭീഷണിപ്പെടുത്തി. പാവം അമ്മായിയമ്മയെ രക്ഷപ്പെടുത്താനായിട്ട് മരുമോൾ ഒരു വലിയ ത്യാഗത്തിന് ഒരുമ്പെട്ടു. എന്റെ ഈ മലിനമായ മനസ്സിൽ പോലും അവൾ ചെയ്ത വലിയ ത്യാഗം ഒരു ചലനം സൃഷ്ടിച്ചെന്നേ. ഷീ ഈസ് റിയലി ഗ്രേറ്റ്. അതുകൊണ്ട് മാത്രം സത്യങ്ങളെല്ലാം ഞാൻ നിങ്ങളോട് തുറന്നു പറയാന്ന് വിചാരിച്ചതാ. ഇനിയെങ്കിലും ആ പെൺകൊച്ചിനെ ഒന്ന് പഴിചാരാതെ വിട്ടുകൂടെ? അതതിന്റെ വഴിക്ക് പോയി ജീവിക്കട്ടെന്നേ. ആ കിളി പറന്നുപോയി. പിന്നെ കമ്മിങ്. ഞാനിപ്പോ ഒരു പാർട്ടി മൂടില്ല. ശല്യപ്പെടുത്താതെ ഒന്ന് പോയി തരണം. താങ്ക് യു.
അരുണിമേ, ഞാൻ പറഞ്ഞില്ലായിരുന്നു അരുണിമേ, എന്റെ മരുമോളെ പത്തരമാറ്റിന്റെ പൊന്ന. മേഘനെ ഒരിക്കലും കാരണമില്ലാതെ ഒരു കാര്യവും ചെയ്യില്ല. മോളെ മേഘനെ, നീ എവിടേക്കാ മോളെ പോയെ? ഞങ്ങളെല്ലാവരും നിന്റെ വരവിന് വേണ്ടി കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുകയാണ് മോളെ. കാർമേഘം നിറഞ്ഞ ആകാശമാണ് എന്റെ മരുമോള്. ഭൂമിക്ക് മഴ സമ്മാനിക്കാൻ മാത്രമേ അതിനറിയൂ. തിരിച്ചാകാശം നമ്മളിൽ നിന്നൊന്നും പ്രതീക്ഷിക്കില്ല. എനിക്കെന്റെ മോളെ കണ്ടുപിടിക്കണം. നിനക്കെന്റെ കൂടെ വരികയോ വരാതിരിക്കുകയോ ചെയ്യാം. നിക്ക് ജയേട്ടാ, ഞാനും ജയേട്ടന്റെ കൂടെ വരുവാ. പക്ഷെ എന്റെ കൂടെ കഴിഞ്ഞോണ്ട് ഒരു പായും ഒരു മുറിയും പങ്കിട്ട് ജീവിച്ച മേഘനെ മനസ്സിലാക്കാൻ മാത്രം ഞാൻ പരാജയപ്പെട്ടു പോയടാ. അതിനെപ്പറ്റി ആലോചിക്കുമ്പോ എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നുക. അങ്ങനെയൊന്നും പറയല്ലോ വലിയേട്ടാ. നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നതെല്ലാം സത്യമാണെന്നില്ല. ചെവിയിൽ കേൾക്കുന്നതെല്ലാം വിശ്വസിക്കത്തക്കതായിരിക്കണമെന്നുമില്ല. വല്ലവരും വല്ലതും പറഞ്ഞാൽ കണ്ണടച്ച് വിശ്വസിക്കുന്ന ആളല്ല ഞാൻ. ഇതിപ്പോ ചെറിയമ്മ കാണിച്ച ആ വീഡിയോയിലെല്ലാം വ്യക്തമായി തന്നെ കാണുന്നുണ്ട്. എന്റെ ഒരു ചോദ്യത്തിന് നിനക്ക് ഉത്തരം പറയാൻ പറ്റുമോ? യഥാർത്ഥത്തിൽ മേഘന തെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ എന്തുകൊണ്ട് അവൾ വീട്ടിലേക്ക് വരാൻ മടി കാണിക്കണം? നിന്ന് നിപ്പിൽ അവൾ എവിടെ പോയി മറഞ്ഞു? ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടിയാൽ എല്ലാം തെളിയും. മിഥുൻ, നിന്റെ ഈ ചോദ്യത്തിനുള്ള ഉത്തരം ചിലപ്പോൾ ഞങ്ങളുടെ പക്കലില്ലായിരിക്കും. പക്ഷേ മേഘനയുടെ മനസ്സ് എന്താണെന്ന് ഞങ്ങൾക്ക് നല്ല പോലെ അറിയാടാ. മറ്റുള്ളവരെ സ്നേഹിക്കാൻ മാത്രമേ അവൾക്ക് അറിയൂ. പക്ഷെ ചതി അവളുടെ ചോരയിലില്ല. അവളൊരു ത്യാഗമൂർത്തിയാടാ. ആരെയും ദ്രോഹിക്കാൻ അവളെ കൊണ്ടാവില്ല. അങ്ങനെയുള്ളൊരു പെങ്കുച്ചിന്റെ പേരില നീ ഇത്രയും വലിയ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്, അറിയൂ? ഇത്രയും കാലം ഇതേ വിശ്വാസം എന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. അവളുടെ യഥാർത്ഥ മുഖം എന്താണെന്ന് ഞാനിപ്പോ മനസ്സിലാക്കുക. ആഫ്റ്റർ ഓൾ കുറച്ച് കാശിന്റെ പേരിൽ ഏട്ടത്തേമ്മ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന എങ്ങനെ തോന്നി വലിയേട്ടന്? പിന്നെ എന്തിനു വേണ്ടി അവൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു? ഏട്ടത്തേമ്മയ്ക്കുള്ള ആസ്തിബലം എന്താണെന്നും വലിയേട്ടന് അറിവുള്ളതാണല്ലോ അല്ലേ? ഏട്ടത്തേമ്മയുടെ അപ്പൂപ്പന്റെ ആസ്തി മുഴുവൻ ഏട്ടത്തേമ്മയ്ക്ക് അവകാശപ്പെട്ടതാ. അപ്പൊ പിന്നെ എന്തിനതൊക്കെ ചെയ്യണം? സഞ്ജനെ, വെറുതെ നീ നിന്റെ ഏട്ടത്തെ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കല്ലേ. മേഘന നല്ലവളാണെന്ന് വിശ്വസിക്കാൻ ഞാൻ തയ്യാറല്ല. ആ ദ്രോഹിയോട് ഈ ജന്മം ഞാനിനി ക്ഷമിക്കില്ല. ഇവരെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? 1 മണിക്കൂർ മുന്നേ ഇവിടെ വന്നിരുന്നു സർ. ബസ്സും കാത്ത് ഇവിടെ ഇരുന്നത് എനിക്ക് നല്ല ഓർമ്മയുണ്ട് സാറേ. എന്ത്? ഇവിടെ വന്നിരുന്നോ? ഏത് ബസ്സിന്റെ ടിക്കറ്റ് എടുത്തേ? ചാലക്കുടിക്കുള്ള ബസ് ടിക്കറ്റ് എടുത്തേ. ആ ബസ് പോയിട്ട് ഇപ്പൊ 1 മണിക്കൂറിൽ കൂടുതലായി. എന്നാ ശരി. ഓക്കെ ശരി. എന്തു പറ്റിയേട്ടാ? മേഘന ഇവിടുന്ന് പോയായിരുന്നു മേ. അപ്പൊ നമ്മൾ എന്താ ചെയ്യണ്ടേ? അറിയില്ല, ഒരെത്തും പിടിയും കിട്ടുന്നില്ല. എന്നാ നമുക്ക് ആദ്യം വീട്ടിലേക്ക് പോവാൻ ചെയ്യട്ടാ. പാവം എന്റെ മോൻ മേഘനയെ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുക. നടന്നതെല്ലാം മിഥുനും അറിയണം. അത് ശരിയായിരുന്നേ. അവനെല്ലാം അറിയണം. അവനോട് കാര്യങ്ങൾ പറയാം.
കോടികൾ വിലമതിക്കുന്ന ഷേഴ്സ് അത്. അതും വിറ്റ് കാശാക്കി അവള് കടന്നു കളഞ്ഞടാ. നോട്ടുകെട്ടുകൾ കൈ കിട്ടിയപ്പോ ഭാര്യയാണെന്നും മരുമകളാണെന്നുള്ളതൊക്കെ അവള് മറന്നു. എല്ലാം ഈ ജേട്ടനെ പറഞ്ഞാ മതി. കണ്ണടച്ചങ്ങ് എഴുതി കൊടുത്തപ്പോ ആലോചിക്കണായിരുന്നു. മേഘനെ, നീ മറ്റുള്ളവരെ പോലെ അല്ലെന്ന് ഞാൻ വിശ്വസിച്ചേ. നിനക്കും ഈ പ്രപഞ്ചത്തിലുള്ള മറ്റു സ്ത്രീകൾക്കും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ടെന്ന് വിചാരിച്ചു. മനസ്സ് മുഴുവൻ നന്മ നിറഞ്ഞവളാ നീ എന്ന് ഞാൻ കരുതി. നിന്നെ കണ്ട സമയങ്ങളിലെല്ലാം അതിശയം നിറഞ്ഞ ഒരു മാണിക്കക്കല്ലായിട്ടാ എനിക്ക് തോന്നിയത്. നീ കൂടെ ഉണ്ടായിരുന്നപ്പോ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ ഞാനാണെന്ന് അഹങ്കരിച്ചു. എല്ലാം അഭിനയമായിരുന്നല്ലേ? അഭിനയിച്ചൊരു മായിക പ്രപഞ്ചം എന്റെ ചുറ്റും സൃഷ്ടിച്ചു. എന്നിട്ടൊടുവിൽ എന്നെ ചതിച്ച് തൊലച്ചു കളഞ്ഞില്ലേ നീ? നിന്നെ സ്നേഹിച്ചതിനും വിശ്വസിച്ചതിനും നീ എനിക്ക് കരുതി വെച്ചത് ഇതായിരുന്നോ? വിശ്വാസവഞ്ചകി! വിശ്വാസവഞ്ചകി! മിഥുൻ, എന്റെ മോനിന്ന് ഇത്രമാത്രം തകർന്നെങ്കിൽ ഇത്രയും കാലം ഇവൻ മേഘനയെ എത്ര ആഴത്തിലാണ് സ്നേഹിച്ചതെന്നുള്ളത് വ്യക്തമാണ്. ഇത്രയും കാലം ഇവൻ മേഘനയെ മൈൻഡ് ചെയ്യാത്ത പോലെ നടന്നത് നമ്മളെല്ലാം കാണിക്കാൻ വേണ്ടിയുള്ള വെറും പ്രഹസനമായിരുന്നു. ഇവന്റെ ഉള്ളിന്റെ ഉള്ളിൽ അവളെ ഇവന് ജീവനായിരുന്നു. അതല്ലേ ഇന്നിങ്ങനെ തകർന്നു വീണത്? നോക്കിക്കാരണമേ. ശരിയേട്ടാ, എല്ലാം എനിക്ക് ഇപ്പോഴാ മനസ്സിലായി തുടങ്ങിയത്. മിഥുൻ പ്രണയിച്ചത് മഞ്ജരിയെയാണ്. അവളെ കൊണ്ട് എങ്ങനെയെങ്കിലും ഇവനെ കെട്ടിക്കണം എന്നാ ഞാൻ ഇത്രയും നാള് കരുതിയിരുന്നു. പക്ഷേ മിഥുന്റെ മനസ്സിൽ ആർക്കാണ് സ്ഥാനമെന്ന് ഇതുവരെ ഞാൻ തിരിച്ചറിഞ്ഞിരുന്നില്ല. ചിലപ്പോ ഇവൻ പോലും അത് മനസ്സിലാക്കിയിരുന്നിരിക്കില്ല. എന്റെ മോനൊരു പാവ ചേട്ടാ. പല സമയങ്ങളിലും നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നതും മനസ്സുകൊണ്ട് ചിന്തിക്കുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടാകും. അതിന്റെ ഉദാഹരണമാണ് ഇന്ന് ഈ അവസ്ഥയിൽ ഇങ്ങനെ വീണ് കിടക്കുന്നത്. മേഘന നമ്മളെ ചതിച്ചിട്ടില്ല, നമ്മുടെ കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടി അവള് പോയതെന്നും പറഞ്ഞ് ഇവന്റെ മുഖത്തെ സന്തോഷം കാണാൻ ആഗ്രഹിച്ചതാ ഞാൻ. എന്നിട്ട് ഇവന്റെ അവസ്ഥ ഇങ്ങനെയായി പോയല്ലോ. നമ്മളിപ്പോ എന്താ ചെയ്യണ്ടേ? സത്യം നമ്മൾ രണ്ടുപേരും അറിഞ്ഞല്ലോ. ഇനി അവനോട് പറയേണ്ട താമസമല്ലേ ഉള്ളൂ. രാവിലെ എഴുന്നേറ്റ് വരുമ്പോ പറയാം. അതുമാത്രമല്ല, രാവിലെ തന്നെ നമുക്ക് എന്തായാലും ചാലക്കുടിക്ക് പോകണം. എന്റെ ഭഗവാനെ, ഷെയറും ബിസിനസ്സും എല്ലാം നഷ്ടപ്പെട്ടാലും സാരമില്ല. എങ്ങനെയെങ്കിലും ഈ പ്രശ്നങ്ങളെല്ലാം ഒന്ന് കെട്ടടങ്ങി വീണ്ടും മേഘനയും ഇതിനും സന്തോഷമായിട്ട് ജീവിച്ചാ മതി. കാത്തോളൻ ഈശ്വര. അരുണിമേ, നമുക്കിറങ്ങിയാലോ? മിഥുൻ ഇതുവരെ എഴുന്നേറ്റില്ലെന്ന് തോന്നുന്നു. എഴുന്നേറ്റില്ല. നമുക്ക് ആദ്യം തന്നെ മേഘനയെ വിളിച്ചോണ്ട് വരാം, എന്നിട്ടെല്ലാം പറയാം. വെയിൽ ഉറയ്ക്കും മുമ്പ് നമുക്ക് ചാലക്കുടി എത്തണം. ആയിക്കോട്ടേട്ടാ. ഇന്നലെ രാത്രി മംഗലാപുരത്തു നിന്നും ചാലക്കുടിയിലേക്ക് പുറപ്പെട്ട അവസാന ബസ് മാർഗമധ്യേ കൊക്കയിലേക്ക് മറിഞ്ഞിരിക്കുകയാണ്.
ചുരം ഇറങ്ങിക്കൊണ്ടിരുന്ന സമയത്താണ് ബസ് കൊക്കയിലേക്ക് മറിഞ്ഞുപോയത്. ഒട്ടുമിക്ക ആളുകൾക്കും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. മൂന്ന് മൃതദേഹങ്ങൾ ഇതുവരെ കണ്ടെടുത്തു കഴിഞ്ഞു. അവരുടെ പേര് വിവരങ്ങൾ ഇവിടെ രേഖപ്പെടുത്തുകയാണ്. 40 വയസ്സുള്ള നാരായണൻകുട്ടി, 37 വയസ്സുള്ള ലക്ഷ്മി, 24 വയസ്സുള്ള മേഘന നന്ദൻ. ഇതിൽ മേഘന നന്ദൻ എന്ന വ്യക്തി മറ്റാരുമല്ല, മംഗലാപുരത്തുള്ള സുപ്രസിദ്ധ നന്ദൻ ഗ്രൂപ്പ് ഓഫ് കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ചെയർമാനായ മിഥുൻ നന്ദന്റെ ഭാര്യയാണ് മേഘന. മൃതദേഹങ്ങൾ തൊട്ടടുത്തുള്ള സർക്കാർ ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. മേഘന പോയ ബസ്സാണല്ലോ ഈശ്വര അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. അത് നന്നായി പോയി. അത്ര വലിയ ചതിയല്ലേ അവള് കാണിച്ചേ. ഇന്നത്തെ കാലത്ത് ചെയ്തു കൂട്ടുന്ന പാപങ്ങൾക്ക് ശിക്ഷ അനുഭവിക്കാൻ അടുത്ത ജന്മം വരെ കാത്തിരിക്കാൻ ദൈവം ഒരിക്കലും അനുവദിക്കാറില്ല. അവള് ചെയ്ത പാപത്തിന് തക്ക ശിക്ഷ തന്നെ ദൈവം കൊടുത്തത്. അതുകൊണ്ട് ഈ കാര്യത്തിൽ ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല.